ഹായ്, ഞാൻ കസാക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ സന്തോഷവാൻ ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് എന്നുള്ള പഠനങ്ങൾ വിവിധ തരത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ പഠനങ്ങളും സൂചന നൽകിയത് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ഏറ്റവും നല്ല കുടുംബ ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ളവരാണ്. ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാണ്? മറ്റൊന്നുമല്ല, കുടുംബ ബന്ധം തന്നെയാണ്. കുടുംബ ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധവുമാണ്. നിങ്ങൾക്ക് സന്തോഷം വേണോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കണോ? നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ് അതിന് ഏറ്റവും നല്ല പരിഹാരം. സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷമായിരിക്കാൻ കഴിയില്ല. ധാരാളം സമ്പത്ത് ഉണ്ടായി എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സന്തോഷമാകില്ല. ഒരുപാട് വലിയ വിജയങ്ങൾ സ്വന്തമാക്കി എന്നതുകൊണ്ടും സന്തോഷവാനായിരിക്കും എന്ന് ഉറപ്പില്ല. പക്ഷേ നല്ല കുടുംബജീവിതം ഉണ്ടെങ്കിൽ, വളരെ സ്നേഹപൂർവ്വമുള്ള പ്രണയപൂർവ്വമുള്ള ഭാര്യ ഭർത്തൃ ബന്ധം, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്നേഹമുള്ള വാത്സല്യമുള്ള മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ കുട്ടികളും അച്ഛനും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സന്തോഷമായിരിക്കും. മറ്റൊന്നില്ലെങ്കിലും ശരി, കുടുംബ ബന്ധം ശക്തമാണെങ്കിൽ നമുക്ക് സന്തോഷം തിരഞ്ഞു വേറെ എവിടെയും പോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ദൃഢത പുതിയ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു വരികയാണ്. എനിക്ക് വരുന്ന കൗൺസിലിംഗ് കേസുകളുടെ ഒരു റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സങ്കീർണതകളും ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എവിടെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുണ്ടാകേണ്ട ഒരു കെമിസ്ട്രി അത് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ അവർക്കിടയിൽ നിന്ന് നഷ്ടമാകുന്നു എന്നതാണ്. ദാമ്പത്യത്തിന്റെ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ പ്രണയത്തിന്റെ ആദ്യകാലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആ ഒരു പ്രണയപൂർവ്വമായിട്ടുള്ള റൊമാൻസ് എന്ന് പറയുന്നത് കുറഞ്ഞ കാലം കൊണ്ട് ഇല്ലാതാവുകയും പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തള്ളി നീക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. പ്രണയം എപ്പോഴും നഷ്ടപ്പെടേണ്ട ഒന്നൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്കൊരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കോൾ വന്നത്. 23 വയസ്സാണെങ്കിലും അവൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അവരെന്നെ വിളിച്ചിട്ട് വളരെ സങ്കടപൂർവ്വം കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം ഇതായിരുന്നു: സർ, എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞൊക്കെ ആയതോട് കൂടിയിട്ട് പുള്ളിക്കാരൻ ഞാനുമായിട്ട് സമയം ചെലവഴിക്കുന്നില്ല. പുള്ളിക്കാരൻ ഒരു കോളേജ് അധ്യാപകനാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ വരിക. കാരണം കുറച്ച് ദൂരെയാണ് കോളേജ്. എന്നും പോയി വരിക ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ് താമസം. അപ്പം എപ്പോഴും പോയി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കലാണ് വരിക. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ സമയമില്ല. അദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ വന്നത് മുതൽ അദ്ദേഹം ഫോണിലാണ്, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ. വാട്സപ്പിൽ സുഹൃത്തുക്കളുടെ കൂടെയാണ് അദ്ദേഹം. രാഷ്ട്രീയ ചർച്ചകളിൽ വ്യാപൃതനാണ്. എപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിലാണ്. ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് രാഷ്ട്രീയ സംവാദങ്ങളിൽ തന്നെ അദ്ദേഹം മുഖം പൂഴ്ത്തി നിൽക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം വരുന്ന അദ്ദേഹം തിങ്കളാഴ്ച രാവിലെ പോകുന്നത് വരെ 1-2 കാര്യങ്ങൾ എന്നോട് സംസാരിച്ചാലായി. ഞാൻ കൊടുക്കുന്ന ഫുഡ് കഴിക്കുമ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോഴും എല്ലാം ഈ ഫോണിൽ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുക. ബെഡ്റൂമിലേക്ക് വരുന്നത് പോലും അദ്ദേഹം ഫോണിൽ കുത്തിക്കുറിച്ചുകൊണ്ട് തന്നെയാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ടും ഫോണിൽ എഴുതിക്കൊണ്ടും. ഞാൻ ഉറങ്ങിയതിനും എത്രയോ ശേഷമാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹം ഉറങ്ങുന്നത് പോലും ഞാൻ അറിയാതെ പോകുന്നു. അദ്ദേഹം ഒരുപാട് വൈകിട്ടാണ് ഈ വീക്കെൻഡ് ഡേയ്സിൽ എഴുന്നേൽക്കുന്നത്. എണീറ്റ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫോണിലേക്ക് തന്നെയാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ജോലി സംബന്ധമായിട്ടും ചിലപ്പോൾ ബിസി ആവാറുണ്ട്. ബട്ട് എന്നോട് സംസാരിക്കാൻ സമയമില്ല. തീർച്ചയാണ് ഇതൊരു വേവലാതി തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ. ഇത് ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മാത്രം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഭാര്യമാർ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമോ അല്ല. പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാമൂഹിക ക്രമത്തിൽ, പുതിയ ഗാഡ്ജറ്റുകളുടെ ലോകത്ത് ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയായിട്ട് മാറി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പുതിയ കാലഘട്ടത്തിലെ റിപ്പോർട്ടുകളൊക്കെ ബോധ്യപ്പെടുന്നത്. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. ദമ്പതിമാർക്കിടയിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ നിങ്ങൾ ഏറ്റവും ആസ്വാദ്യകരമായിട്ട് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് സമയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളുടെ ഉപയോഗം നിങ്ങൾ മാറ്റിവെക്കണം, ഒഴിവാക്കണം.
ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എങ്കിലും നിങ്ങളുടെ ഭാര്യയോട്, മക്കളോട് ഇതൊന്നുമില്ലാതെ, ഇതിൻ്റെ ഒന്നും തടസ്സമില്ലാതെ, ഇതിൻ്റെ ഒന്നും ഇടപെടലുകളില്ലാതെ സംസാരിക്കാനും ചെലവഴിക്കാനും സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ജോലി സ്ഥലത്തു നിന്നുള്ള ജോലിയുടെ പ്രഷറുകൾ മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീടിനകത്തും ജോലി ചെയ്യുക, ജോലിയെക്കുറിച്ച് തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബ ബന്ധത്തിൽ അതൊരു വലിയ പ്രശ്നത്തിനും പ്രതിസന്ധിക്കും കാരണമാകും. കാരണം എന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല. ഞാനുമായിട്ട് എൻ്റെ കൈയൊന്ന് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ പ്രണയപൂർവ്വം ഒന്ന് ചുംബിച്ചിരുന്നെങ്കിൽ, എൻ്റെ കഴുത്തിലൊന്ന് ഉമ്മ വെച്ചിരുന്നെങ്കിൽ, എൻ്റെ കൈകളൊന്ന് തലോടിയിരുന്നെങ്കിൽ, എന്നെയും കൂട്ടിയിട്ടൊന്ന് യാത്ര പോയിരുന്നെങ്കിൽ, ബൈക്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിലിരുന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പോകാൻ എത്ര ആഗ്രഹമുണ്ടെന്നറിയാം എനിക്ക്. ഇങ്ങനെ നിരവധി ആഗ്രഹങ്ങൾ പല പെൺകുട്ടികളും പറയുമ്പോൾ സങ്കടം വരാറുണ്ട്. നമുക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയമില്ലാതായി പോയത്? പ്രണയത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കല്യാണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല, ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നത് വരുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ചില ടിപ്പുകളാണ് പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാമൂഹിക ക്രമത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഇടപെട്ട ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് മക്കളോട് സംസാരിക്കുക, ഭാര്യയോട് സംസാരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വകാര്യ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. സ്വകാര്യ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ലൈംഗികതയോ സെക്സോ മാത്രമല്ല, പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എത്ര മനോഹരമാണ് മടിയിൽ തലവെച്ചുകൊണ്ട് പ്രണയപൂർവ്വം സല്ലപിച്ച് കിടക്കുക. അങ്ങനെ പരസ്പരം ഇഷ്ടമുള്ള രീതിയിൽ കൈകളും കവിളുകളും തലോടിക്കൊണ്ട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര പ്രായമാണെങ്കിലും ശരി, കിളവന്മാരും കിളവികളുമാണെങ്കിലും ശരി, ഇണയിൽ നിന്ന് കിട്ടുന്ന പ്രണയത്തിന്റെ മാധുര്യം ലോകത്തെ ഏതൊരു വികാരത്തിനും പകരമാവില്ല. അതുകൊണ്ട് തന്നെ പ്രണയം ആഗ്രഹിക്കാത്ത മനസ്സില്ല. 50-കാരനും പ്രണയമുണ്ട് ഉള്ളിൽ, 70-കാരനും ഉള്ളിൽ പ്രണയമുണ്ട്. അത് സ്വന്തം ഇണയിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് കിട്ടുന്നിടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പ്രണയം മരിക്കുന്നില്ല. മരണം വരെ ഓരോ വ്യക്തിയിലും പ്രണയമുണ്ട്, പ്രണയത്തിനുള്ള ദാഹമുണ്ട്. 2 വ്യക്തികൾക്കിടയിൽ പ്രണയം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിൽ പ്രണയം നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇണയുമായിട്ട് പ്രണയ സല്ലാപത്തിന്, സംസാരത്തിന്, ഇടപെടലിന് നിങ്ങൾ സമയം കണ്ടെത്തണം. അവരുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടണം. പറ്റുമെങ്കിൽ 3 മാസത്തിലൊരിക്കലെങ്കിലും ചെറിയ, ഒരുപാട് വലിയതല്ല, ചെറിയ യാത്രകൾ പോകുക. അത് അങ്ങനെയുള്ള സ്വകാര്യ യാത്രകൾ പോകുമ്പോൾ മിഥുനത്തിലെ യാത്ര പോലെ ആവാതെ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമുള്ള ചില സ്വകാര്യ യാത്രകൾ കൂടി നിങ്ങൾ നടത്താൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചർച്ചകളിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം, ഭാര്യയ്ക്ക് ഒരു പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ ഒരുപാട് പറയുന്നത് ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ മറ്റുള്ള വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് കുറ്റം പറയുക, അങ്ങനെയുള്ള പരദൂഷണങ്ങളും പരിഹാസങ്ങളും ഒന്നും ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാതെ പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് പരസ്പരം ചേർന്ന് നിൽക്കുക, പ്രണയപൂർവ്വം ജീവിക്കുക. ഇടയ്ക്കൊക്കെ അടുക്കളയിൽ പോയിട്ട്, അടുക്കളയിൽ ഭാര്യ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിരുന്ന് അവിടെ ഒന്ന് കമ്പനി കൊടുത്ത് ഇരുന്ന് അവരോട് സംസാരിക്കുക. അതിനിടയിൽ എന്തെങ്കിലും ജോലിയുടെ ഇടയിൽ സഹായം ചെയ്തുകൊണ്ട്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിന്റെ മധുരമായ നിമിഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമായിട്ട് അടുക്കളയെ മാറ്റുക. അവരെ ഹെൽപ്പ് ചെയ്യുക, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്ര മനോഹരമാണ്. അതിനിടയിൽ പുറകിലൂടെ ചെന്നുകൊണ്ട് ഭാര്യയെ ചേർത്ത് പിടിച്ച് കഴുത്തിലൊരു ഉമ്മ കൊടുക്കുക. ഇതൊക്കെ എത്ര മനോഹരമായിട്ടുള്ള ജീവിതത്തിലെ പ്രണയ സല്ലാപങ്ങളാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സർപ്രൈസ് പോലെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ അത്രയും സൗഹൃദപരമായിട്ടുള്ള, സ്നേഹപൂർവ്വമായിട്ടുള്ള പ്രണയത്തിന്റെ മനോഹരമായ ജീവിതത്തിന്റെ പങ്കുവെക്കലുകൾ ഉണ്ടാവട്ടെ, അതിന് കഴിയട്ടെ. ജീവിതം എപ്പോഴും അതിമനോഹരമായിട്ട് നിൽക്കട്ടെ. മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഗാഡ്ജറ്റുകളും ലാപ്ടോപ്പുകളും നിങ്ങളുടെ ജോലിയും ജോലിയുടെ തിരക്കുകളും ഓഫീസിന്റെ തിരക്കുകളും എല്ലാം കുടുംബ ജീവിതത്തിന്റെ തടസ്സങ്ങളാകാൻ പാടില്ല. ഇതെല്ലാം കുടുംബത്തിലേക്ക് വരുമ്പോൾ മാറ്റിവെച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ മാറ്റിവെക്കുക, ജോലിയുടെ തിരക്കുകൾ മാറ്റിവെക്കുക, ജോലിയുടെ ഭാരം മാറ്റിവെക്കുക, എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് വരേണ്ടത് നിങ്ങൾ ഭർത്താവും പിതാവും ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഭാര്യയായിട്ടാണ്, അമ്മയായിട്ടാണ്. അവിടെ നിങ്ങൾ അമ്മയും അച്ഛനും പിതാവും മക്കളുമായി നിങ്ങളുടേതായിട്ടുള്ള സ്വർഗം സൃഷ്ടിക്കണം. നിങ്ങളുടേതായിട്ടുള്ള സ്വർഗം സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടേതായുള്ള സമയം സൃഷ്ടിക്കണം, കണ്ടെത്തണം, ഇടപെടലുകൾ ഉണ്ടാവണം.
അതിന് കഴിയുന്ന നല്ല ദൃഢമായിട്ടുള്ള കുടുംബ ബന്ധം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രണയപൂർവ്വമായിട്ടുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബജീവിതം അല്ലെങ്കിൽ ബിസിനസ്, മാനസികമായ പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് സർവീസ് ആവശ്യമാണെങ്കിൽ കൗൺസിലിംഗ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബെഞ്ചാലി ലൈഫ് ഇന്റർനാഷണലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. എന്നെ ശ്രമിച്ചത് ഞാൻ കസാക് ബെഞ്ചാലി.